ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫബിൾ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. അപ്പം നമ്മളിന്ന് നോക്കുന്ന 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓർഗനിസത്തെ, അതായത് പ്ലാന്റ്സിനെയും അനിമൽസിനെയാണ് ക്ലാസിഫൈ ചെയ്തത്. പ്ലാന്റ്സിനെ പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിലും അനിമൽസിനെ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ബാക്ടീരിയ, ഫംഗസ്, അതുപോലെ തന്നെ മഷ്റൂംസ്, പാരമീസിയം, ഈസ്റ്റ്, അങ്ങനെ വരുന്ന മൈക്രോ ഓർഗനിസത്തെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് സാധിച്ചില്ല. അത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഒരു പോരായ്മ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു പോരായ്മയെ ഓവർകം ചെയ്ത് വന്ന പുതിയ ക്ലാസിഫിക്കേഷൻ രീതിയായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കി നോക്കാം. ബാക്ടീരിയ, പാരമീസിയം, മഷ്റൂം ആൻഡ് ഈസ്റ്റ് cannot be included in the plant or animal kingdom. അപ്പോൾ ഈ ബാക്ടീരിയ, മഷ്റൂം, പാരമീസിയം അതൊന്നും നമുക്ക് പ്ലാന്റിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അനിമലിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. To overcome this limitation of the 2 kingdom classification, the scientist Robert H. Whittaker classified organism into 5 kingdoms. അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഈ ഒരു ഡീമെറിറ്റ് ഓവർകം ചെയ്ത് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ ഓർഗനിസത്തെ 5 കിങ്ഡങ്ങളിലായിട്ടാണ് അറേഞ്ച് ചെയ്തത്. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. ഇതായിരുന്നു റോബർട്ട് എച്ച് വിറ്റാക്കർ കൊണ്ടുവന്ന 5 കിങ്ഡംസ്. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റേ ആൻഡ് അനിമേലിയ ആർ ദ 5 kingdoms. Analyze the description of the 5 kingdom classification and complete the table 16.3 appropriately. ഇപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വരുന്ന കിങ്ഡം മൊനീറയാണ്. കിങ്ഡം മൊനീറയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സ് ആയിരിക്കും. ഈ കിങ്ഡത്തിൽ വരുന്ന ഓർഗനിസത്തിൻ്റെ ഫീച്ചേഴ്സാണ് അവർ പ്രോക്യാരിയോട്സ് ആയിരിക്കും. ദെൻ ഡു നോട്ട് ഹാവ് എ ഡിസ്റ്റിങ് ന്യൂക്ലിയസ്. പ്രോക്യാരിയോട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഒന്നും ഉണ്ടാവില്ല. They include some of the most ancient living organism. ഇവയിൽ ഏത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഏറ്റവും പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ചില ഓർഗനിസംസ് വരെ ഈ ഒരു കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. They include some of the most ancient living organisms. കിങ്ഡം മൊനീറയിൽ വരുന്ന ഓർഗനിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ബാക്ടീരിയ. നെക്സ്റ്റ് വരുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. മോസ്റ്റ് ഓഫ് ദെം ആർ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓർഗനിസംസ് എന്ന് പറയുന്നത് കൂടുതലും യൂണിസെല്ലുലാർ ആയിരിക്കും. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിൽ ആകെ ഒരൊറ്റ സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അവർ യൂക്കാരിയോട്സ് ആയിരിക്കും. ഒരൊറ്റ സെല്ലേ ഉള്ളുവെങ്കിലും ആ സെല്ലിനകത്ത് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസും പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി ഓട്ടോട്രോപ്സ് ഓർ ഹെറ്ററോട്രോപ്സ്. ഇവ ചിലതൊക്കെ ഓട്ടോട്രോപ്സ് ആയിരിക്കും, ചിലതൊക്കെ ഹെറ്ററോട്രോപ്സ് ആണ്. ചില ഓർഗനിസത്തിന് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലവർ ഫുഡിനായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഓർഗനിസത്തിൽ ലൊക്കോമോഷൻ സാധ്യമാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഫ്ലജെല്ല, സിലിയ ആൻഡ് സ്യൂഡോപോഡിയ ആർ ദെയർ ലൊക്കോമോട്ടറി സ്ട്രക്ചേഴ്സ്. അവരെ ലൊക്കോമോഷനെ സഹായിക്കാനായിട്ട് അവർക്ക് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ലൊക്കോമോഷനെ സഹായിക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ കൈയും കാലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഈ ഓർഗനിസത്തിന് ലൊക്കോമോഷനെ സഹായിക്കാനായിട്ടുള്ള അവരുടെ ലൊക്കോമോട്ടറി സ്ട്രക്ചറാണ് സിലിയ, ഫ്ലജെല്ല, സ്യൂഡോപോഡിയ എന്നെല്ലാം പറയുന്നത്. ഈ ഫ്ലജെല്ല കാണുന്നത് യുഗ്ലീനയിലാണ്, അതുപോലെ തന്നെ സിലിയ കാണുന്നത് പാരമീസിയത്തിലാണ്, സ്യൂഡോപോഡിയ അമീബിയയിൽ കാണുന്ന ലൊക്കോമോട്ടറി സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓർഗനിസത്തിന് ലൊക്കോമോഷൻ സാധ്യമാണ്. അവയെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്ട്രക്ചറിനെയാണ് ലൊക്കോമോട്ടറി സ്ട്രക്ചർ എന്ന് പറയുക. ഫ്ലജെല്ല, സിലിയ, സ്യൂഡോപോഡിയ അതൊക്കെ ലൊക്കോമോട്ടറി സ്ട്രക്ചറിനുള്ള എക്സാമ്പിളാണ്. ഫ്ലജെല്ല കാണുന്നത് യുഗ്ലീനയിലാണ്, സിലിയ കാണുന്നത് പാരമീസിയത്തിലാണ്, സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ലൊക്കോമോട്ടറി സ്ട്രക്ചർ കാണുന്നത് യുഗ്ലീനയിലാണ്. ഇനി പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓർഗനിസത്തിനുള്ള എക്സാമ്പിളാണ് അമീബ, പാരമീസിയം ആൻഡ് യുഗ്ലീന. അമീബയും പാരമീസിയവും യുഗ്ലീനയെല്ലാം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓർഗനിസാണ്. ദെൻ നെക്സ്റ്റ് വൺ കിങ്ഡം ഫംഗൈ ആണ്. യൂക്കാരിയോട്സ് ദാറ്റ് ആർ സാപ്രോഫൈറ്റ്സ്. യൂക്കാരിയോട്സ് ആണ്, അതുപോലെ തന്നെ അവരെന്താണ്, സാപ്രോഫൈറ്റ്സ് ആണ്. ഓട്ടോട്രോപ്സും അല്ല ഹെറ്ററോട്രോപ്സും അല്ല, ഇവർ സാപ്രോഫൈറ്റ്സ് ആണ്. സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ
ഡീക്കേയിങ് മാറ്റേഴ്സ് ചീഞ്ഞളിഞ്ഞു പോകുന്നതിൽ നിന്ന് ഫുഡ് കണ്ടെത്തുന്ന ഓർഗനിസത്തെ വിളിക്കുന്ന പേരാണ് സാപ്രോഫൈറ്റ്സ്. മഷ്റൂംസ് ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. മഷ്റൂംസ് ഒക്കെ ഉണ്ടാവുന്നത് ഇലകളൊക്കെ ചീഞ്ഞളിഞ്ഞ് ഡീക്കേ ചെയ്യുന്ന ആ സ്ഥലത്തായിരിക്കും മഷ്റൂംസ് ഒക്കെ ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ്? മഷ്റൂംസ് ഒക്കെ എന്താണ്? സാപ്രോഫൈറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഓർഗനിസത്തെ പറയുന്നത് സാപ്രോഫൈറ്റ്സ് ആണ്. അപ്പോൾ കിങ്ഡം ഫംഗയിൽ വരുന്നത് യൂക്കാരിയോട്സ് ദാറ്റ് ആർ സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ് വരുന്നത്. ദേ ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ. അവർക്ക് എന്തുണ്ടാവില്ല? ക്ലോറോഫിൽ ഉണ്ടാവില്ല. എക്സാമ്പിൾസ് ആർ മോൾഡ് ആൻഡ് ഈസ്റ്റ്. മോൾഡ്, ഈസ്റ്റ്, മഷ്റൂം അതൊക്കെ ഫംഗസിനുള്ള എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ കിങ്ഡം പ്ലാന്റിയാണ്. കിങ്ഡം പ്ലാന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ദാറ്റ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. മൾട്ടി സെല്ലുലാർ ആണ്, യൂക്കാരിയോട്സ് ആണ്. അവയ്ക്ക് വേണ്ട ഫുഡ് അവർ ഫോട്ടോസിന്തസിസിലൂടെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദേ ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അവരാണ് നമ്മുടെ എർത്തിലുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ഹാവ് റൂട്ട്സ്, സ്റ്റെംസ് ആൻഡ് ലീവ്സ്. ദേ ഗ്രോ ഇൻ സോയിൽ ഓർ വാട്ടർ. അപ്പോൾ ഇതിൽ വരുന്ന പ്ലാന്റ്സിനൊക്കെ എന്തുണ്ട്? പ്ലാന്റ്സിന് സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്, ലീവ്സ് ഉണ്ട്. അതുപോലെ അപ്പോൾ ഒന്നെങ്കിൽ മണ്ണിൽ അല്ലെങ്കിൽ വെള്ളത്തിലാണ് വളരുന്നത്. ഓക്കെ, പ്ലാന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് കിങ്ഡം അനിമേലിയാണ്. അനിമേലിയയും മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്, ഹെറ്ററോട്രോപ്സ് ആണ്. മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ദേ ഹാവ് ലൊക്കോമോട്ടറി ഓർഗൻസ് ആൻഡ് ഡെഫിനിറ്റ് റിസെപ്റ്റേഴ്സ്. അപ്പോൾ ആനിമൽസിന് ലൊക്കോമോട്ടറി ഓർഗൻസ് ഉണ്ട്, റിസെപ്റ്റേഴ്സ് ഉണ്ട്. ദേ റേഞ്ച് ഫ്രം സിമ്പിൾ ഓർഗനിസംസ് ലൈക്ക് സ്പോഞ്ചസ് ടു കോംപ്ലക്സ് ഓർഗനിസംസ് ലൈക്ക് ഹ്യൂമൻസ്. അപ്പോൾ ഈ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഓർഗനിസംസ്, അതായത് സ്പോഞ്ചസ് പോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഓർഗനിസം മുതൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻസ് വരെ വരുന്ന വലിയൊരു കാറ്റഗറി, വലിയൊരു കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത്. അപ്പോൾ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. 5 കിങ്ഡംസ് ആയിട്ടാണ് ഇവിടെ ഓർഗനിസത്തെ അറേഞ്ച് ചെയ്തത്. കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയ. മൊനീറയിൽ വരുന്നത് ബാക്ടീരിയാസ് ആയിരുന്നു. പ്രോട്ടിസ്റ്റയിൽ അമീബ, പാരമീസിയം, യുഗ്ലീന. ഫംഗയിൽ മോൾഡ് ആൻഡ് ഈസ്റ്റ്. പ്ലാന്റിയിൽ ഓൾ പ്ലാന്റ്സ് വരുന്നുണ്ട്. അനിമേലിയയിൽ എല്ലാ ആനിമൽസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടേബിൾ അപ്പുറത്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമുക്കതൊന്ന് കംപ്ലീറ്റ് ആക്കി നോക്കാം. ഫസ്റ്റ് വൺ കിങ്ഡം അനിമേലിയാണ്. കിങ്ഡം അനിമേലിയയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞാൽ യുക്കാരിയോട്സ് ഹാവ് ലൊക്കോമോട്ടറി ഓർഗൻസ്. യുക്കാരിയോട്സ് ആണ്, ലൊക്കോമോട്ടറി ഓർഗൻസ് ഉണ്ട്. എന്തൊക്കെ എക്സാമ്പിൾസ് വരാം? ഡോഗ്, ക്യാറ്റ്, ഹ്യൂമൻസ്, അതെല്ലാം അനിമേലിയയിൽ വരുന്ന ഓർഗനിസത്തിൻ്റെ എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ പ്ലാന്റിയാണ്. പ്ലാന്റിയിൽ വരുന്നത് യുക്കാരിയോട്സ്, ഓട്ടോട്രോപ്സ് ആണ്. യുക്കാരിയോട്സ് ആണ്, അതുപോലെ തന്നെ ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള ഓർഗനിസമാണ്. എന്താ അതിന് എക്സാമ്പിൾ? കോക്കനട്ട് ട്രീ എക്സാമ്പിൾ പറയാം അല്ലേ. എല്ലാ പ്ലാന്റ്സും കിങ്ഡം പ്ലാന്റിയിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ മൊനീറയാണ്. മൊനീറ എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്സ് ആണ്. പ്രൊക്കാരിയോട്സ് ആണ്, എക്സാമ്പിൾ വന്നിട്ട് ബാക്ടീരിയ. ദെൻ പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി യുക്കാരിയോട്സ് ആണ്. അധികവും കണ്ടുവരുന്നത് യുക്കാരിയോട്സ് ആണ്. ലൊക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ്. അതാണ് പ്രോട്ടിസ്റ്റയുടെ ഒരു ഫീച്ചർ. ലൊക്കോമോട്ടറി സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. ഏതൊക്കെ എക്സാമ്പിൾ? അമീബ, പാരമീസിയം, യുഗ്ലീന, അതൊക്കെ അതിന് എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഫംഗയാണ്. ഫംഗസിന് എന്താ ഫീച്ചർ? ഫംഗയുടെ ഫീച്ചർ എന്ന് പറയുന്നത് യുക്കാരിയോട്സ് ആണ്, സാപ്രോഫൈറ്റ്സ് ആണ്. യുക്കാരിയോട്സ് ആണ്, സാപ്രോഫൈറ്റ്സ് ആണ്. ഡിക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡ് കണ്ടെത്തുന്നവരെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുക. അപ്പോൾ സാപ്രോഫൈറ്റ്സ് ആണ് അവിടെ വരുന്നത്. എക്സാമ്പിളിൽ ഏതൊക്കെ വരാം? മഷ്റൂം വരുന്നുണ്ട്, മോൾഡ് വരുന്നുണ്ട്, ഈസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. ഓർഗനിസത്തെ 5 കിങ്ഡംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. കിങ്ഡം അനിമേലിയ, പ്ലാന്റ്, മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗി. ഓക്കെ, ഇത്രയായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ്സ് ആണ്. എന്തൊക്കെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ മേന്മകൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, സെപ്പറേറ്റ്സ് പ്രൊക്കാരിയോട്സ് ഇൻ ടു ദ കിങ്ഡം മൊനീറ. പ്രൊക്കാരിയോട്സിനെ ഒരു സെപ്പറേറ്റ് കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തു. മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് പ്രൊക്കാരിയോട്സിനെ ഇൻക്ലൂഡ് ചെയ്തത്. അതൊരു മെറിറ്റ് ആയിരുന്നു. ദെൻ സെക്കൻഡ് വൺ, ക്രിയേറ്റ് എ സെപ്പറേറ്റ് കിങ്ഡം ഫോർ ഫംഗി. ഫംഗി എന്ന് പറയുന്ന ഗ്രൂപ്പിനായിട്ട് ഒരു സെപ്പറേറ്റ് കിങ്ഡം കൊണ്ടുവന്നു. ദെൻ തേർഡ് വൺ, റിഫ്ലക്ട്സ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് സാധിച്ചു. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓർഗനിസം മുതൽ
കോംപ്ലക്സ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ആനിമൽസ് വരെയുള്ള ആ ഓർഡർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന് സാധിച്ചു. സക്സസ്ഫുള്ളി ഇൻഡിക്കേറ്റഡ് ദ എവല്യൂഷൻ ഓഫ് ഏർലി ഓർഗനിസംസ് ഇൻ ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതായത് ഏർലി ഓർഗനിസംസ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു മൊനീറയിൽ വരുന്നത് ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഓർഗനിസംസ്, ഏറ്റവും എവല്യൂഷൻ്റെ പ്രോസസ്സിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഓർഗനിസംസ് ഒക്കെ വരുന്നത് മൊനീറ എന്ന് പറയുന്ന കാറ്റഗറിയിലാണെന്ന് പറഞ്ഞു. ആ മൊനീറ തൊട്ട് ദെൻ ലാസ്റ്റ് വരുന്ന പ്ലാന്റ്, അനിമേലിയ, ആ കിങ്ഡത്തിലേക്ക് എത്തുമ്പോഴേക്കും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനിസംസ് ആണ്. അപ്പോൾ സിമ്പിൾ മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനിസം വരെയുള്ള എവല്യൂഷൻ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതും ഒരു മെറിറ്റാണ്. ദെൻ ലാസ്റ്റ് വൺ, സെപ്പറേഷൻ ഓഫ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗനിസംസ് ഇൻ ടു ഡിഫറെൻറ്റ് കിങ്ഡംസ്. യൂണിസെല്ലുലാർ ഓർഗനിസം സെപ്പറേറ്റ് കിങ്ഡം, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗനിസംസ് സെപ്പറേറ്റ് കിങ്ഡം, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനും ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന് സാധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പോയിന്റ്സ്. ഫസ്റ്റ് വൺ, സെപ്പറേറ്റ്സ് പ്രൊകാരിയോട്സ് ഇൻ ടു ദ കിങ്ഡം മൊനീറ. ദെൻ ക്രിയേറ്റ് എ സെപ്പറേറ്റ് കിങ്ഡം ഫോർ ഫംഗി. റിഫ്ലെക്ട്സ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. സക്സസ്ഫുള്ളി ഇൻഡിക്കേറ്റ് ദ എവല്യൂഷൻ ഓഫ് ഏർലി ഓർഗനിസംസ് ഇൻ ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സെപ്പറേഷൻ ഓഫ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗനിസംസ് ഇൻ ടു ഡിഫറെൻറ്റ് കിങ്ഡംസ്. ഇതൊക്കെയാണ് നമ്മുടെ കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ്സ്. ഇപ്പം നമ്മൾ 5 കിങ്ഡംസ് പറഞ്ഞു. ഈ 5 കിങ്ഡംസിൽ മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, ഈ 3 കിങ്ഡത്തിലും വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഓർഗനിസംസ് ആണ്. സിമ്പിൾ മൈക്രോ ഓർഗനിസംസ് ആണ് ഈ 3 കിങ്ഡത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ പ്ലാന്റ് എന്ന് പറയുന്നതിലും അതുപോലെ തന്നെ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓർഗനിസംസ് വിത്ത് മോർ കോംപ്ലക്സ് സ്ട്രക്ചർ, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനിസംസ് ആണ് പ്ലാന്റിലും അനിമേലിയയിലും വരുന്നത്. Monera, Protista and Fungi are groups that include simple microorganisms. അപ്പോൾ ഈ 3 കിങ്ഡത്തിലും വരുന്നത് മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, ഈ 3 കിങ്ഡത്തിലും വരുന്നത് സിമ്പിൾ മൈക്രോ ഓർഗനിസംസ് ആണ്. However, Plantae and Animalia include organisms with more complex structure. പക്ഷേ പ്ലാന്റേ, അനിമേലിയ ആ 2 കിങ്ഡത്തിലും വരുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് സ്ട്രക്ചറുള്ള ഓർഗനിസംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഓർഗനിസംസിനെ കുറിച്ച് പറഞ്ഞു. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഓരോന്നിൻ്റെ ഫീച്ചേഴ്സായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മൊനീറയുടെ കാര്യം നോക്കാം. Monera is the group of the simplest and most ancient organisms. They are all unicellular and prokaryotic. മൊനീറ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓർഗനിസമാണ്, അതുപോലെ തന്നെ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഓർഗനിസമാണ്. നമുക്ക് എവല്യൂഷണറി പ്രോസസ്സൊക്കെ അറിയാമല്ലേ. അപ്പോൾ ആ എവല്യൂഷണറി പ്രോസസ്സിൽ ഏറ്റവും ആദ്യം ഉണ്ടായതായിട്ട് കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗനിസംസ് വരുന്നത് ഈ മൊനീറയിലാണ്. ഓക്കെ, മൊനീറ ഈസ് ദ ഗ്രൂപ്പ് ഓഫ് സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ആൻഷ്യൻ്റ് ഓർഗനിസം. ഏറ്റവും പണ്ട് കാലത്ത് ഉണ്ടായിട്ടുള്ളതായി നമ്മൾ കണക്കാക്കുന്ന ഓർഗനിസംസ് വരുന്നത് ഈ മൊനീറയിലാണ്. ഇവ കൂടുതലും എന്താണ്, യൂണിസെല്ലുലാർ ആണ്, പ്രൊകാരിയോട്ടിക് ആണ്. ദ മെയിൻ ഓർഗനിസംസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഗ്രൂപ്പ് ആർ ബാക്ടീരിയ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൂടുതലും ബാക്ടീരിയനെയാണ്. ബാക്ടീരിയ ക്യാൻ ബി ഫൗണ്ട് ഇൻ സോയിൽ, വാട്ടർ, എയർ, ഫുഡ് ആൻഡ് ഈവൻ ഇൻസൈഡ് അവർ ബോഡീസ്. അപ്പോൾ ബാക്ടീരിയാസ് എവിടെയൊക്കെ കാണും? സോയിലിൽ കാണും, വാട്ടറിൽ കാണും, എയറിലുണ്ട്, ഫുഡിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വരെ എന്തുണ്ട്, ബാക്ടീരിയാസ് ഉണ്ട്. ദേ പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ന്യൂട്രിയൻ സൈക്കിൾ ലൈക്ക് നൈട്രജൻ ഫിക്സേഷൻ ഇൻ ദ സോയിൽ. അതായത് മണ്ണിൽ നൈട്രജൻ്റെ അളവൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത് ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ന്യൂട്രിയൻ സൈക്കിളൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ബാക്ടീരിയാസ് ആണെന്നാണ് പറയുന്നത്. ഓൾദോ മോസ്റ്റ് ബാക്ടീരിയ ആർ യൂസ്ഫുൾ, സം ക്യാൻ കോസ് ഡിസീസസ്. മോസ്റ്റ് ബാക്ടീരിയാസും യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് തന്നെയാണ്. എന്നാൽ കൂടെ അതിലെന്തുണ്ട്, നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത ഡിസീസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട്. ഈ സൈഡിലായിട്ട് ബാക്ടീരിയാസിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. പല ഷേപ്പിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. റൗണ്ട് ഷേപ്പിലുള്ളതുണ്ട്, സ്ഫെറിക്കൽ ഷേപ്പിലുണ്ട്, ഓവലുണ്ട്, സ്പൈറൽ ഷേപ്പിലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഷേപ്പിലുള്ള ബാക്ടീരിയാസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഓർഗനിസംസ് വരുന്ന ഗ്രൂപ്പാണ് മൊനീറ. അതിൽ കൂടുതലായിട്ടും വരുന്നത് യൂണിസെല്ലുലാർ പ്രൊകാരിയോട്സ് ആണ്. അതിൽ അധികവും വരുന്ന ഓർഗനിസം എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സോയിലിൽ, വാട്ടറിൽ, ഫുഡിൽ, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വരെ കാണുന്നുണ്ട്. നൈട്രജൻ ഫിക്സേഷനിൽ, അതുപോലെ തന്നെ ന്യൂട്രിയൻ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളാണ് ബാക്ടീരിയ. ഇത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസീസ് വരുത്താനും പല ബാക്ടീരിയാസും കാരണമാവുന്നുണ്ട്.
അപ്പോൾ ബാക്ടീരിയാസ് വഴി നമുക്ക് വരുന്ന ഡിസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് രണ്ടെണ്ണം നോക്കി നോക്കാം. നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഫുഡ് പോയ്സണിങ്. ആ ഫുഡ് പോയ്സണിങ്ങിന് കാരണം ബാക്ടീരിയാസ് ആണ്. ഫുഡ് പോയ്സണിങ്, ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, പ്ലേഗ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാവുന്നുണ്ട് ആര്? ബാക്ടീരിയാസ്. കൂടുതൽ ബാക്ടീരിയാസും യൂസ്ഫുൾ ആയതാണെങ്കിലും ഡിസീസുകൾ വരുത്തുന്ന ബാക്ടീരിയാസും നമുക്ക് ചുറ്റുമുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോട്ടിസ്റ്റേനെ കുറിച്ചാണ്. ദീസ് ആർ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓർഗനിസംസ് എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആയിരിക്കും, യൂക്കാരിയോട്സ് ആയിരിക്കും. മോസ്റ്റ് പ്രോട്ടിസ്റ്റ് ലിവ് ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്. കൂടുതൽ പ്രോട്ടിസ്റ്റയിൽ വരുന്ന ജീവജാലങ്ങളും ജീവിക്കുന്നത് വെള്ളത്തിലായിരിക്കും. അപ്പോൾ ഈ പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓർഗനിസംസ് എല്ലാം വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗനിസംസ് ആണ്. പാരമീസിയം, അമീബ ആൻഡ് യുഗ്ലീൻ ആർ എക്സാമ്പിൾസ്. പാരമീസിയം, അമീബ, യുഗ്ലീനയ്ക്ക് അതിന് എക്സാമ്പിളാണ്. അവിടെ ഫസ്റ്റ് കൊടുത്തത് യുഗ്ലീനയുടെ എക്സാമ്പിളാണ്. ദെൻ സെക്കൻഡ് വൺ അമീബ. തേർഡായിട്ട് കാണുന്ന പിക്ചറാണ് പാരമീസിയം. നമ്മൾ ഈ അമീബയെ കുറിച്ച് ഈ ഇടയ്ക്കായിട്ട് ന്യൂസിലൊക്കെ വല്ലാതെ കേട്ടിരുന്നു അല്ലേ? തലച്ചോറിനെ കാർന്നു നിന്ന അമീബ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വെള്ളത്തിലൂടെ വരുന്ന സുഖമാണ്, വെള്ളത്തിലാണ് ഈ അമീബ കാണുന്നതെന്നൊക്കെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ അമീബ വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പ്രോട്ടിസ്റ്റ. അപ്പോൾ മറക്കരുത്, അമീബ വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റയാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. അക്വാട്ടിക് ലൈഫ് ആയിരിക്കും, കൂടുതലും അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ് ആയിരിക്കും. എക്സാമ്പിൾ പാരമീസിയം, അമീബ ആൻഡ് യുഗ്ലീന. ഓക്കെ, അതുപോലെ തന്നെ ഡിസീസ് കോസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടിസ്റ്റയ്ക്ക് എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം, അതുപോലെ തന്നെ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. പ്ലാസ്മോഡിയം ആൻഡ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക ആർ ഡിസീസ് കോസിങ് പ്രോട്ടിസ്റ്റ്. പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഡിസീസ് കോസിങ് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റുകളാണ് പ്ലാസ്മോഡിയം, അതുപോലെ തന്നെ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രൂപ്പ് ഫംഗിയിൽ വരുന്ന ഓർഗനിസംസ് എല്ലാം യൂക്കാരിയോട്സ് ആണ്, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആണ്. ചില ജീവികളിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഈസ്റ്റ് പോലെയുള്ള ചില ഓർഗനിസംസിൽ മാത്രം മൾട്ടി സെല്ലുലാർ അല്ല, പകരം യൂണിസെല്ലുലാർ ആണ്. ഓക്കെ, ദീസ് ആർ യൂക്കാരിയോട്സ് എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ ലൈക്ക് ഈസ്റ്റ്, ദ അതേഴ്സ് ആർ മൾട്ടി സെല്ലുലാർ. അപ്പോൾ ഈസ്റ്റ് ഒരു എക്സെപ്ഷൻ ആണ്. ഈസ്റ്റ് മാത്രം എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണ്. അതൊഴിച്ച് ബാക്കി വരുന്നതെല്ലാം എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ് ഫംഗയിൽ അധികവും വരുന്നത്. ഫംഗൽ സെൽസ് ഹാവ് എ സെൽ വാൾ മേഡ് അപ്പ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് കൈറ്റിൻ. അപ്പോൾ ഫംഗസിനൊരു സെൽ വാൾ ഉണ്ട്. ആ സെൽ വാൾ മേഡപ്പ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ്. സിൻസ് ഫംഗി ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ ദേ കനോട്ട് പെർഫോം ഫോട്ടോസിന്തസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫംഗി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ദേ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ, സോ ദേ ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. ഇവർ എവിടുന്ന ഫുഡ് കിട്ടുക? അവർക്ക് എവിടുന്ന ന്യൂട്രിയൻസ് കിട്ടുന്നത്? അവർ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ ആണ്. അതായത് ചത്ത് ചീഞ്ഞളിയുന്ന വസ്തുക്കളിൽ നിന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫംഗിയെ വിളിക്കുന്ന ഫംഗിയിൽ വരുന്ന ഓർഗനിസത്തെ പറയുന്നത് സാപ്രോഫൈറ്റ്സ് ആണ്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരെ ഓട്ടോട്രോപ്സ് എന്ന് പറയും. ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ഹെറ്ററോട്രോപ്സ് എന്ന് പറയും. ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നവരെ സാപ്രോഫൈറ്റ്സ് എന്ന പേരാണ് പറയുക. അപ്പോൾ ഫംഗിയിൽ വരുന്ന ഓർഗനിസംസ് എല്ലാം മോൾഡ് ഓൺ ബ്രെഡ്, മഷ്റൂംസ് ആൻഡ് ഈസ്റ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫംഗി. ബ്രെഡിന് മുകളിലായിട്ട് വരുന്ന പൂപ്പൽ, മഷ്റൂംസ്, ഈസ്റ്റ്, അതെല്ലാം എന്തൊരു എക്സാമ്പിളാണ്? ഫംഗിക്ക് എക്സാമ്പിളാണ്. എഡിബിൾ മഷ്റൂംസ്, ഈസ്റ്റ് യൂസ്ഡ് ഇൻ ബേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് വൈൻ ആൻഡ് ആൽക്കഹോൾ ആർ യൂസ്ഫുൾ ഫംഗി. നമ്മൾ ചില മഷ്റൂംസ് ഒക്കെ കഴിക്കില്ലേ? എല്ലാ മഷ്റൂംസും കഴിക്കാൻ പറ്റില്ല. എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് ഉണ്ട്. അപ്പോൾ എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ്, അതുപോലെ തന്നെ ബേക്കിങ്ങിനും അതുപോലെ തന്നെ വൈൻ ആൻഡ് ആൽക്കഹോൾ പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈസ്റ്റും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗിയാണ്. ഫംഗസിൽ യൂസ്ഫുൾ ആയിട്ടുള്ളതും യൂസ്ഫുൾ അല്ലാത്തതും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സം ഫംഗി കോസസ് ഡിസീസസ് സച്ച് ആസ് കാൻഡിഡിയാസിസ് ആൻഡ് റിംഗ് വേം. അതുപോലെ തന്നെ ഡിസീസ് ഉണ്ടാക്കുന്ന ചില ഫംഗസും ഉണ്ട്. അങ്ങനെ ഫംഗസ് ഉണ്ടാക്കുന്ന രണ്ട് ഡിസീസാണ് കാൻഡിഡിയാസിസും റിംഗ് വേമും. ഓക്കെ, ഫംഗി എന്ന് പറയുന്നത് യൂക്കാരിയോട്സ് ആണ്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ്. ചില ജീവികൾ മാത്രം യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈസ്റ്റ്. പിന്നെ ഫംഗലിൽ ഒരു സെൽ വാൾ ഉണ്ട്. ആ സെൽ വാൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഫുഡ് എങ്ങനെയാണ്? ഫുഡ് അബ്സോർബ് ചെയ്യുന്നത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്നാണ്. സോ ദേ ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. എക്സാമ്പിളാണ് മോൾഡ് ഓൺ ബ്രെഡ്, മഷ്റൂംസ്, ഈസ്റ്റ്. എഡിബിൾ ഫംഗി ആൻഡ് ഈസ്റ്റ് ആർ യൂസ്ഫുൾ ഫംഗി.
എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ്, അതുപോലെ തന്നെ ഈസ്റ്റ്, അതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗിയാണ്. ദെൻ ഡിസീസ് കോസിങ് ഫംഗി ഉണ്ട്. അങ്ങനെ ഡിസീസ് കോസ് ചെയ്യുന്ന ഫംഗി കോസ് ചെയ്യുന്ന 2 ഡിസീസാണ് കാൻഡിഡിയാസിസും റിംഗ്വേമും. അപ്പം നമ്മൾ 5 കിങ്ഡംസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്ത കിങ്ഡമാണ് കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗി. ആ 3 കിങ്ഡത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് പേര് കൊടുക്കാനാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ബിഹൈൻഡ് ദ നെയിം. നെക്സ്റ്റ് ടോപ്പിക്ക് ബിഹൈൻഡ് ദ നെയിം ആണ്. വാട്ട് ഈസ് ദിസ് പ്ലാന്റ് നോൺ ആസ് ഇൻ യുവർ ഏരിയ? അവിടെ ഒരു പപ്പായ പ്ലാന്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പ്ലാന്റിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് അറിയപ്പെടുന്ന പേര് എന്നാണ് ചോദിക്കുന്നത്. അവിടെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. പപ്പായ, കർമൂസ, കപ്പളങ്ങ, ഓമക്കായ, അങ്ങനെ പല പേരിൽ ഒരു പപ്പായ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. You have understood now that in different places the same plant has different names. ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഓരോരോ സ്ഥലങ്ങളിലും ഈ പ്ലാന്റിന് ഓരോരോ പേരാണ്. ഈവൻ ഇൻ മലയാളം ദർ ആർ വേരിയസ് നെയിംസ്. മലയാളത്തിലാണെങ്കിൽ കൂടെ എന്താണ്, ഇതിന് പല പേരുകളുണ്ട്. സോ ഇറ്റ്സ് സെർട്ടൈൻ ദാറ്റ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഇറ്റ് വിൽ ഹാവ് ഡിഫറെൻറ്റ് നെയിംസ് ടു. അപ്പോൾ വേറെ ലാംഗ്വേജസിലും എന്തായാലും ഇതിന് വേറെ പേരുകളായിരിക്കും. Wouldn't this make it difficult to identify and study the same living organism when it is known by different names? അപ്പോൾ ഓരോ ഓർഗനിസം തന്നെ പല പേരിൽ അറിയപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇതെങ്ങനെയാണ് ഓവർകം ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. വാട്ട് കുഡ് ബി ദ സൊല്യൂഷൻ ടു ദിസ്? റൈറ്റ് ഡൗൺ യുവർ ഗെസ്സസ്. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? നിങ്ങളുടെ ഗെസ്സുകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനിസം തന്നെ പല പേരിൽ അറിയപ്പെടുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഐഡിയയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഇഷ്യൂ ഈസ് സോൾവ്ഡ് ബൈ ഗിവിംഗ് നെയിംസ് ദാറ്റ് ആർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ബിയോണ്ട് ലാംഗ്വേജ് ബാരിയർ. എന്ന് വെച്ചാൽ ഭാഷയുടെ പ്രശ്നമില്ലാതെ ഓരോ ഓർഗനിസത്തിനും യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേര് കൊടുക്കുക. അതായത് ലോകത്ത് എവിടെയാണെങ്കിലും ആ ഓർഗനിസത്തിൻ്റെ പേര് അത് തന്നെയായിരിക്കും. ലാംഗ്വേജ് ഒരു ബാരിയർ അല്ലാണ്ട് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേര് ഓരോ ഓർഗനിസത്തിനും കൊടുക്കാം. അങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നു. ഇറ്റ് വാസ് കാൾ ലിനേയസ് ഹു ഡെവലപ്ഡ് ദ മെത്തേഡ് ഓഫ് നെയിമിംഗ് ഓർഗനിസം സയൻറ്റിഫിക്കലി. കാൾ ലിനേയസ് ആണ് അപ്പോൾ ഓരോ ഓർഗനിസത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം, സയൻറ്റിഫിക്കലി നെയിം ചെയ്യാം. ഓരോ ഓർഗനിസത്തിനും ഓരോ ലോക്കൽ നെയിം ഉണ്ടാവും. അതുകൂടാതെ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് നെയിം ഓരോ ഓർഗനിസത്തിനും കൊണ്ടുവന്നത് കാൾ ലിനേയസ് ആയിരുന്നു. This scientific method of naming where the genus name comes first and the species name second is called binomial nomenclature. നമ്മൾ നേരത്തെ ടൈഗറിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു ടൈഗറിൻ്റെ സയൻറ്റിഫിക് നെയിം പാൻതിറ ടൈഗ്രിസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ആ പാൻതിറ എന്ന് പറയുന്നത് ജീനസ് നെയിം ആണ്. അപ്പോൾ ജീനസ് നെയിം ഫസ്റ്റും സ്പീഷീസ് നെയിം സെക്കൻഡും ആയിട്ട് നെയിം കൊടുക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ജീനസ് നെയിം ആദ്യം, ദെൻ സ്പീഷീസ് നെയിം, അങ്ങനെ 2 പേരുകൾ കൂട്ടിച്ചേർത്ത് ഒരു സയൻറ്റിഫിക് നെയിം കൊടുക്കുന്ന രീതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ മുന്നോട്ട് കൊണ്ടുവന്നത് കാൾ ലിനേയസ് ആണ്. ദിസ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് where the genus name comes first and the species name second is called binomial nomenclature. ജീനസ് നെയിം ഫസ്റ്റും സ്പീഷീസ് നെയിം സെക്കൻഡുമായിട്ട് വരുന്നതിനെയാണ് എന്ത് വിളിക്കുക, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുക. When a name is given in this manner, the organism will have the same name everywhere in the world. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഓർഗനിസത്തിന് ബൈനോമിയൽ നോമൻക്ലേച്ചർ വഴി ഒരു പേര് കൊടുത്താൽ ലോകത്ത് എവിടെയാണെങ്കിലും ആ ഓർഗനിസത്തിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അക്കോർഡിംഗ്ലി ദ സയൻറ്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ഈസ് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ ഹ്യൂമൻസിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. ടൈഗറിന് നമ്മൾ നേരത്തെ കേട്ടു പാൻതിറ ടൈഗ്രിസ് ആണ്. ഓക്കെ, അതുപോലെ കോക്കനട്ട് പ്ലാന്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, കോക്കോസ് ന്യൂസിഫെറ. അങ്ങനെ ഓരോ ഓർഗനിസത്തിനും എന്തുണ്ട്, ഒരു സയൻറ്റിഫിക് നെയിം ഉണ്ട്. ഈ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ്. എല്ലാ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ആ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ആ ഒരു ഓർഗനിസത്തിൻ്റെതായിരിക്കും. അപ്പം നമുക്കൊരിക്കലും ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് വരുന്നു. ഒരു ഒബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു ഓർഗനിസത്തെ മനസ്സിലാക്കാൻ ലാംഗ്വേജ് അവിടെ ഒരു തടസ്സമായിട്ട് വരുന്നില്ല. കാരണം എന്താണ്, യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നെയിം എല്ലാ ഓർഗനിസത്തിനും ഉണ്ട്. ഇനി ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. In the scientific naming system, the name of an organism should have 2 parts. ഈ സയൻറ്റിഫിക് നെയിമിംഗ് സിസ്റ്റത്തിൽ ഒരു ഓർഗനിസത്തിൻ്റെ പേരിന് 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് നമ്മുടെ ജീനസ് നെയിമാണ്, സെക്കൻഡ് പാർട്ട് സ്പീഷീസ് നെയിമാണ്.
അതുപോലെ തന്നെ നമ്മൾ ഈ നെയിം ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുക, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മളിത് പ്രിന്റ് ചെയ്യുന്നത് ഇറ്റാലിക്സിലാണ്. നമ്മളിത് പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ ഇറ്റാലിക്സിലാണ് എഴുതിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ദ സയന്റിഫിക് നെയിമിംഗ് സിസ്റ്റം ദ നെയിം ഓഫ് എൻ ഓർഗാനിസം ഹാവ് 2 പാർട്സ്. ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ ഒരു ഓർഗാനിസത്തിന്റെ പേരിന് 2 പാർട്ട് ഉണ്ട്. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ നെയിം ഈസ് ദ ജീനസ് നെയിം. ഫസ്റ്റ് പാർട്ട് ജീനസ് നെയിം ആണ്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ദ സ്പീഷീസ് നെയിം. ഫസ്റ്റ് ജീനസ് നെയിം ആണ്, സെക്കൻഡ് സ്പീഷീസ് നെയിം ആണ്. വെൻ റൈറ്റിംഗ് ദ സയന്റിഫിക് നെയിം ഇൻ ഇംഗ്ലീഷ് ദ ജീനസ് നെയിം ഷുഡ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് ജീനസ് നെയിം എങ്ങനെ എഴുതണം? ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആയിരിക്കണം. ദ സയന്റിഫിക് നെയിം ഷുഡ് ബി പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ്. സയന്റിഫിക് നെയിം പ്രിന്റ് ചെയ്യുന്നത് ഇറ്റാലിക്സിലാണ്. ഇനി അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ സയന്റിഫിക് നെയിംസ് ഓഫ് ദ ഓർഗാനിസം മെൻഷൻ ബിലോ ആൻഡ് കംപ്ലീറ്റ്. അവിടെ കുറച്ച് ഓർഗാനിസത്തിന്റെ സയന്റിഫിക് നെയിം കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ കണ്ടെത്തി ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് അവിടെ ടൈഗറിന്റെ സയന്റിഫിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈഗറിന്റെ സയന്റിഫിക് നെയിം പാൻതിറ ടൈഗ്രിസ് ആണ്. നമുക്കറിയാം സയന്റിഫിക് നെയിം എഴുതുമ്പോൾ ഫസ്റ്റ് നെയിം വന്നിട്ട് ജീനസ് നെയിമും സെക്കൻഡ് നെയിം സ്പീഷീസ് നെയിമും ആണ്. ജീനസ് നെയിം എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പം നമ്മൾ പാൻതിറ ടൈഗ്രിസ് എഴുതുമ്പോൾ അതിൽ പാൻതിറയിലെ പി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ പാൻതിറ ടൈഗ്രിസ് ഈ 2 വാക്കുകളുടെയും ഇടയിൽ ചെറിയൊരു സ്പേസ് വേണം. അങ്ങനെയാണ് സയന്റിഫിക് നെയിം നമ്മൾ എഴുതുക. ദെൻ സെക്കൻഡ് വൺ അവിടെ ചോദിച്ചിരിക്കുന്നത് കോക്കനട്ട് ട്രീ ആണ്. കോക്കനട്ട് ട്രീയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കൊക്കോസ് ന്യൂസിഫെറ ആണ്. ദെൻ ഡോഗ് ആണ്. ഡോഗിന്റെ സയന്റിഫിക് നെയിം കാനിസ് ഫെമിലിയാരിസ് ആണ്. ലയൺ പാൻതിറ ലിയോ. പപ്പായ കാരിക്ക പപ്പായ. റൈസ് ഒറൈസ സറ്റൈവ. അപ്പം ഇത്രയാണ് ചില ഓർഗാനിസംസും അതിൻ്റെ സയന്റിഫിക് നെയിംസും. ടൈഗർ പാൻതിറ ടൈഗ്രീസ്, കോക്കനട്ട് ട്രീ കൊക്കോസ് ന്യൂസിഫെറ, ഡോഗ് കാനിസ് ഫെമിലിയാരിസ്, ലയൺ പാൻതിറ ലിയോ, റൈസ് ഒറൈസ സറ്റൈവ, പപ്പായ കാരിക്ക പപ്പായ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചും ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.